അപ്പോൾ രാവിലെ ഇന്ന് നമ്മുടെ ശങ്കിരിയുടെ കറ കേട്ടോ, നമ്മുടെ കാൻഗറേജ്, ഞങ്ങൾ കാൻഗറേജ് നിന്ന് കൊണ്ടുനടക്കുന്ന പശുവാണ് അല്ലേ ചേട്ടാ? ഇതെന്ന് പറഞ്ഞാട്ടോ വാങ്ങിച്ചത്. പക്ഷേ കറക്റ്റ് നാടൻ പശു കേട്ടോ. ഇവിടത്തെ ഇപ്പൊ 4-5 മാസം ശരിയായിട്ടുണ്ട്. ഇവിടെ കൊടുത്തിട്ട് വേറൊരു കറവ ഫസ്റ്റ് ഉള്ള പശുവിനെ വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ടാട്ടോ. എന്താ കുട്ടാ എന്നൊന്നും ചെയ്തില്ല, പാവോണ്. നന്ദപ്പൻ ഡോൺ കം ഹിയർ, ഓക്കെ? ഞാൻ പേടിച്ചു പോവില്ലേ കുട്ടി? പശുവിന്റെ അടുത്ത് വരലില്ല, നീ പേടിച്ച് കുറച്ച് എന്തോ ചാതി കളിക്കാൻ പോണ പോലെയാണ്. ഞാനത് ഭദ്രപ്പറ്റി എടുത്ത് വെച്ചാൽ തീറ്റ ചേച്ചിയോട് ഇത് കഴിക്കുക അസ്വസ്ഥമായിട്ടുണ്ടല്ലേ. നന്നായി വൈക്കോല് കഴിക്കാൻ വിട്ടതാ, നന്നായി. അപ്പൊ നമ്മുടെ ഈ ശങ്കരിക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ശങ്കരിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4 കാമ്പല്ല, 5 കാമ്പുണ്ടെന്ന് പറയാൻ വേണമെങ്കിൽ. ഇവളുടെ കാമ്പ് നോക്കി 2 ഇതിനകത്തുനിന്നും വരും കേട്ടോ പാല്. ഇങ്ങനെയും കറക്കണം. അവസാനം 2 പ്രാവശ്യം ഈ ഒരു കറവയും വേണം, ഈ ഒരു കറവയുണ്ട്, എന്നിട്ട് വേണം ഈ പാല് തീരുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കാമ്പിന് കുറച്ച് ബലം കൂടുതൽ കൊടുക്കണം. തീറ്റ എടുത്ത് മാറ്റാൻ പറഞ്ഞോ. അവള് സ്റ്റൈലിന്റെ പാവം. വേറെ ആരെങ്കിലും ചിലപ്പോൾ കുറവ് ഓടിച്ചിട്ട് എന്റെ തീറ്റ ഇടാക്കണം. വേറെ ആരല്ല, നമ്മളെ ഭദ്രമ്മയുടെ ഇതാണ് തീറ്റ എടുക്കുന്നുണ്ടെങ്കിൽ കുറവ് ഓടിച്ചിട്ട്. അപ്പോ വീഡിയോ നിങ്ങൾക്ക് ലോങ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് ചെറിയൊരു പേടിയുള്ളത് കൊണ്ടാണ്. എന്താണ് തീറ്റയും പോയില്ലേ? അതാണ് കാണിച്ചു കൊടുത്തിട്ട് നന്ദിനിയുടെ വിഷമം. അത് തീറ്റയും കൊണ്ട് പോയ വിഷമത്തിൽ നിൽക്കുകയാണ്. ഇത്ര നേരം ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരുന്ന കൊച്ചിന്റെ കയ്യിൽ നിന്ന് തീറ്റ വാങ്ങിച്ചിട്ടേ കണ്ടമ്മ. അതിന്റെ ഒരു സങ്കടത്തിലാവും. അതൊരു വിഷമിക്കേണ്ട. വായിക്കോട് തിന്നാനല്ലേ നിന്റെ വിട്ടേ. തീറ്റ കഴിക്കാവുന്നതല്ലേ. പിന്നെ നീ ഇവിടെ തീറ്റ തിന്നലെന്തിനാ? ഇല്ലില്ല, ഒന്നും കാലം സംസാരിക്കുന്നത് അമ്മ നോക്കിയമ്മ കഴിക്കണ വേറെ സ്ഥലത്തുനിന്ന് കഴിക്കണമെങ്കിൽ. എന്താ പറ്റുന്നോ? ഏത് കുഞ്ഞിലവിടെ പോയി ചാടണോ കേട്ടോ. ഇപ്പൊ കാല് കെട്ടുമ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ അവള് 5 മാസം ഗർഭിണിയായിട്ടുണ്ട്. അപ്പോ കാലൊക്കെ ഇഷ്ടമല്ല ഇപ്പൊ കറക്കണം അങ്ങനെ. അതുകൊണ്ടാണ് ഒരു കാല് ഇങ്ങനെ കെട്ടിയിരുന്നത്. കാലിങ്ങനെ പൊക്കി നമ്മളെ പേടിപ്പിക്കുന്നതുകൊണ്ട് ഇങ്ങനെ കെട്ടിയിടാട്ടോ ഇപ്പൊ കാല്. അപ്പോൾ ഇപ്പൊ കറക്കണത് ഈ ഒരു കാമ്പിന്നാട്ടോ. അല്ലെങ്കിൽ കാമ്പിന്ന് ഫുൾ പാല് പോരില്ല. അപ്പൊ ഈ ഒരു കാമ്പിന്നും കറക്കും, പിന്നെ ഈ ഒരു കാമ്പിന്നും കറക്കും. അങ്ങനെ 2 പ്രാവശ്യത്തെ ഒരു കറവയുണ്ട് ഒരു കാമ്പിന്ന് തന്നെ. ഇനിയിപ്പോ കാമ്പില് പാലും കൂടുതലാണ്. ഫുഡ് കഴിക്കാണ്. എവിടെ ഭദ്രോ? ഭദ്രേ എന്താന്ന് ചെയ്യുന്നത്? ഹലോ, എല്ലാവർക്കും നമ്മുടെ ഫാമിലിയോട്ട് സ്വാഗതം. നമ്മുടെ ഭദ്രമ്മ ഇന്ന് തൊഴുത്തിലുണ്ട് കേട്ടോ. ഭദ്രമ്മ ഇന്ന് മാത്രല്ല, എന്റെ മോക്ക് അബോഷനായതുകൊണ്ട് ഇപ്പൊ റെസ്റ്റ് ആണ്. അതുകൊണ്ട് കൂട്ടിന് നമ്മുടെ വീരനെ നിർത്തിയിട്ടുണ്ട്. പണ്ടാ നിക്കണണ്ട പാവോല്ലേ. പക്ഷെ ചെറിയ ജില്ല കേട്ടോ. എന്നാലും ഞങ്ങൾക്ക് ഇഷ്ടമാണ് അവളെ.
ഞങ്ങളോട് സ്നേഹമാണ്. മൂശാട്ടയായ എൻ്റെ കൂട്ടാണ്ട് ഇപ്പോൾ എല്ലാവരും പഠിക്കാനും ജോലിക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഞാനും എൻ്റെ ഭദ്രമ്മയും വീരപ്പനും ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കണ വേസ്റ്റ് ഇല്ല കേട്ടോ. എൻ്റെ മോക്ക് തക്കാളി കുറച്ച് കേടായത്, പിന്നെ മുരിങ്ങാക്കോലിൻ്റെ തൊണ്ട്, ബീൻസ് കേടായ ബീൻസ്, ക്യാബേജിൻ്റെ തൊണ്ട്, പിന്നെ മാതള നാരങ്ങയുടെ തൊണ്ട്, ബീറ്റ്റൂട്ടിൻ്റെ തൊണ്ട് അല്ലേ ഭദ്രമ്മ? ഇതൊക്കെ ഉണ്ട് ഭദ്രമ്മ അല്ലേ ഭദ്രമോ? അപ്പൊ ഞാൻ ഇവിടുന്ന് അനങ്ങണ കാണുമ്പോഴേക്കും എൻ്റെ മോന് ഉഷാറാവും. ഒരു പാത്രം കൂടി കണ്ട പിന്നെ പറയണ്ട. കൊച്ചു വേഗം ചാടിയൊക്കെ എഴുതേക്കും. ഞാൻ പറയും കിടന്നോ, ഇപ്പൊ ഇല്ലാന്ന് പറയും. അതുകൊണ്ട് ഇന്നൊരു പുറത്തോട്ട് ഇറങ്ങാൻ മേല. പുറത്തോട്ട് ഇറങ്ങുമ്പോഴും കൊച്ചിൻ്റെ വിചാരം കൊച്ചിനെ എന്തോ കൊണ്ടുവന്നാണെന്നാണ്. അപ്പൊ കൊച്ചിനുള്ളതായ സാധനങ്ങൾ ഞാൻ ഇങ്ങനെ എടുത്തു വെച്ചോണ്ടിരിക്കും കേട്ടോ. ഇപ്പൊ ഇന്നൊരു തക്കാളി ചീത്തയായിട്ടുണ്ട്. അപ്പൊ പിന്നെ ചോറുണ്ട് അതിൻ്റെ അടിയിൽ. പിന്നെ എന്തെങ്കിലും കൂടിയൊക്കെ ആയി കഴിയുമ്പോൾ എൻ്റെ മോള് കൊടുക്കുന്നുണ്ട്. കൊച്ചിന് സന്തോഷമാവും. ചടപടയും നല്ലോട്ടാ. ചടപടയെ പച്ചമുളക് അമ്മേ ഇന്ന് ഞങ്ങക്ക് പോണ്ടല്ലോ, വേഗം അമ്പലത്തിൽ പോവും. അമ്പലത്തിൽ പോവും. തക്കാളി കറി വെച്ചോളൂ, കറി വെച്ചോളൂ. വെക്കുവോ? അമ്മ വേഗം പോവൂ. പിന്നെ നമ്മളിത് പച്ചമുളകും തക്കാളി, പിന്നെ നമ്മുടെ വെളുത്തുള്ളി, ചടപടാകുന്ന ഒരു തക്കാളി കറിയാണ്. തക്കാളി കറി അല്ല, മുട്ടക്കറിയാണ്. മുട്ട നമ്മൾ തിളപ്പിച്ച് കാണിച്ചുണ്ടാക്കുന്നത്. കാണിക്കുന്നത് ഞാൻ അവിടെ പോയി എങ്ങനെയാ ഇട്ടിട്ട് ഞാൻ ചെല്ലു. വാടാനൊന്നും നിൽക്കണം കേട്ടോ, സമയമില്ലെന്ന്. അമ്പലത്തിൽ പോവാനായിട്ട് റെഡി ആവുകയാണ്. സമയം ഇഷ്ടം പോലെ ഉണ്ട് ഞങ്ങൾക്ക് അവധിയാണ്. അപ്പൊ തക്കാളി നമ്മൾ ജ്യൂസ് എടുത്ത് വെച്ചേക്കണം കേട്ടോ. അമ്മേ അടിവ് വൈകിട്ട് പദം ഇതൊന്ന് വാടട്ടെ കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് വാടട്ടെ. നമുക്ക് ഇതിനകത്തോട്ട് മുളക് പൊടിയും വാടട്ടെ കേട്ടോ. ഇതിനകത്തോട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. 2 സ്പൂണ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതൊന്ന് പച്ചവെള്ളം മാറുന്ന വരെ ഒന്ന് വാടട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട്, വെള്ളം തിളയ്ക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തോട്ട് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് മുട്ട പൊട്ടിച്ചിടാം. തിളപ്പിക്കണതാണ്, പുഴുങ്ങിയിട്ടല്ല കേട്ടോ. പോയിട്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിരുന്നു. അതൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കുട്ടികൾ. ഇവരെ റെഡിയാക്കി മുട്ടക്കറി കേട്ടോ. ഇത് മുട്ടക്കറി എന്ന് പറയാൻ പറ്റില്ല, രസമൊക്കെ രസമൊട്ടാന്നോ എല്ലാം പോയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രേവി ഒക്കെ കുറവാണ്. ഗ്രേവിയുടെ ആ ഒരു തിക്നെസ് ഒക്കെ കുറവാണെന്ന് തോന്നുന്നു. നമുക്കൊന്ന് നോക്കാം ഇതിന്റെ ടെസ്റ്റ്. കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നെ എടുക്കല്ലേ. അപ്പോൾ നമുക്ക് വേഗം പുട്ട് റെഡിയാക്കാം. അപ്പം മുട്ട രസം റെഡിയായിട്ടുണ്ടാവില്ല. ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള മുട്ട രസം അതായിരുന്നില്ല. പക്ഷെ ഞാൻ അമ്പലത്തിൽ പോയി നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ മുട്ട രസം റെഡിയാക്കിയായിരുന്നു. ആ മുട്ട രസേനെ ഒന്ന് ഫോക്കസ് ചെയ്ത് കാണിക്കൂ. ഇതിന്റെ ടേസ്റ്റ് എന്താണെന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല. മുട്ട രസം ഞാൻ വിചാരിച്ച രീതിയിലുള്ള ഒരു എന്താ പറയാ കൺസിസ്റ്റൻസി ഒന്നും അതിനകത്ത് കാണുന്നില്ല മുട്ടയില്. ഇംഗ്ലീഷ് പറയുന്നു. അപ്പൊ നമ്മുടെ പുട്ടിന്റെ ഇത് റെഡി ആയിട്ടുണ്ട്. ഭാഷ തൃശ്ശൂർ ഭാഷയല്ല, എന്താ പറയാ, ആലുവ ഭാഷയല്ല. ആലുവ ഭാഷ. ആലുവ. ഞങ്ങള് ആലുവക്കാരായിരുന്നല്ലോ. എന്നിട്ട് ഗഡിയെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ്. ഗഡികളെ അത് മിക്സ് ആയി വരുമ്പോ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. തൃശ്ശൂരല്ല, അലുവല്ലാത്ത രീതിയിലുള്ളൊരു മുട്ടക്കറി പോലത്തെ സാധനം. മുട്ടക്കറിന് ഞാൻ ഒന്നും കൂടി ടേസ്റ്റ് വരുത്താൻ പോവാണ്. ടേസ്റ്റ് ഇല്ല. നമ്മുടെ മക്കളാണ് ഉണ്ടാക്കിയ, ടേസ്റ്റ് ഒന്നും നോക്കിയിട്ടില്ല. ഇത് മുട്ടയൊക്കെ പൊട്ടിച്ചിട്ടിട്ട് അത് അങ്ങനെ തന്നെ കിടക്കുക കേട്ടോ. ഞാൻ എടുക്കുമ്പോ എന്ന് പറയുമ്പോ ഇതിനൊക്കെ ഒന്ന് പീസായിട്ട് ഇങ്ങനെ ഇടാറുണ്ടായിരുന്നു. എന്നാലും ഇതൊരു
ആദ്യം മുട്ട എടുക്കും. നോക്കിക്കോട്ടെ അമ്മ ഇപ്പൊ ഇതര അരക്കാനല്ല ക്യാമറ ഉണ്ടാവും അരക്കില്ലട്ടെ. ഇത്ര നേരം മിക്സി അരച്ചുകൊണ്ടിരിക്കാൻ എന്തോ അവിടെ കുറച്ച് ബദാം പരിപ്പ് ഇരിപ്പുണ്ട്. അത് തീരെ വരെ അവൻ അരച്ചോണ്ടിരിക്കും. രാവിലെ എഴുന്നേറ്റ് കിട്ടിയില്ല. ഞാൻ എടുക്കട്ടെ. ടേസ്റ്റ് ഒന്നും നോക്കില്ലായിരുന്നോ? മറ്റേ അതിനകത്ത് ഇതിടണോ മല്ലിയില മുട്ടക്കറിയില്? അവിടെ ആ ഫ്രിഡ്ജിലുള്ളിൽ ഇതുണ്ടായിരുന്നു. കുരുമുളക് പൊടി ഫ്രീസറല്ലേ അമ്മേ. ഇതെന്താ പുറത്തിരുത്തിയാക്കണേ? ഈ കൊഞ്ചി എവിടെ പുറഞ്ഞിരിക്കണം? മുറ്റടിക്കാൻ പറഞ്ഞിട്ട് കുഞ്ഞിനോട് പറഞ്ഞാ പറ്റില്ല. മുറ്റടിക്കുമ്പോഴേക്ക് അപ്പൊ എനിക്കുള്ള വേദനകളൊക്കെയാ പണിയെടുത്ത വേദനകളൊക്കെ പോകും. പണിയെടുക്കാതിരുന്ന വേദനകൾ പിന്നെ വന്നോണ്ടിരിക്കും വീണ്ടും. അപ്പൊ മുട്ടക്കറി നല്ല രസമായിട്ടോ. അപ്പൊ എന്റെ കൈയൊന്നും തൊട്ടപ്പോഴേക്കും മുട്ടക്കറിക്കൊക്കെ ടേസ്റ്റ് ആയി. ഇപ്പൊ സാമ്പാർ പോലെ ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. അല്ലേ അമ്മേ? രസം മാറി സാമ്പാറായില്ലേ? സാമ്പാറായി, രസം മാറി മുട്ട സാമ്പാറായി. ഇനി അച്ഛൻ തൊട്ട് നമുക്ക് അത് കാടി കൊടുക്കാം. അച്ഛനോട് എന്ത് ചെയ്യും? ധൈര്യമുണ്ട്. കാണണോ? വീഡിയോ എടുത്തോ. അപ്പൊ ഞാൻ രാവിലെ എനിക്ക് വിശന്നപ്പോ നമ്മുടെ ഓട്സ് പാലും കുറച്ച് കാഴ്ചയായിരുന്നു കേട്ടോ. പക്ഷെ ഈ നിക്കണ ക്യാമറാമാന്റെ മുന്നിൽ നിന്ന് കഴിക്കാൻ പറ്റില്ല. ക്യാമറാമാൻ ഇതിന്റെ ആളാണ്. അതുകൊണ്ട് ക്യാമറാമാൻ അവിടെ നിക്കട്ടെ. ഞാൻ ക്യാമറാമാനെ നോക്കി എന്തൊരു മധുരം നോക്കട്ടെ. ചൂടില്ലേ? ക്യാമറമാൻ കൊണ്ടുപോയി. ക്യാമറമാൻ കുഞ്ഞപ്പനോടൊപ്പം ചെയ്തു. കട്ട മതിലും പായസം പോലെ പോയി അല്ലേ? അപ്പൊ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആരോ പാത്രം കഴുകി വെച്ചിട്ട് മറ്റേ ബ്രെഡും ജാമിന്റെ പോലെ ഇതായിക്കോളൂ. അവനാണ് ബ്രെഡ് വെള്ളം അല്ല അമ്മ ചോദിക്കണോണ്ടൊന്നും തോന്നരുത്. മോൾക്ക് വല്ല കാക്കനാട് റൂം ബുക്ക് ചെയ്തൂടെ? കാണിക്കൂടെ? ഇവിടെ വേറെ ആരുടെ അടുത്ത് കൊച്ചിന് കൊഞ്ചാൻ പറ്റിയ കൊഞ്ചാൻ പറ്റുള്ളൂ. കൊഞ്ചി ഇപ്പൊ അമ്മയുടെ മേത്ത് കയറി കൊഞ്ചി അമ്മയും കൂടി വീണാനെ. എല്ലാവരും കൊഞ്ചിക്കുന്നുണ്ട്. കൊഞ്ചിച്ച് നിങ്ങളും കൊഞ്ചിക്കുന്നുണ്ട്. അതാണ് അവള് മനസ്സിലായി പോയെ. കൊഞ്ചല് കണ്ടോ? എന്റെ അമ്മേനെ പിച്ചേക്കിന് അമ്മേനെ പിച്ചേക്ക് അമ്മയിലോട്ട് അമ്മ. അപ്പൊ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഹലോ മേഡം, അതെന്റെയാണ്. ഇനി അതെനിക്ക് കിട്ടൂല. ഓ വണക്കം തമ്പി. വണക്കെണ്ണ വേണോ? എനിക്ക് തമിഴ് തറിയാതെ. തൂക്കിയമ്മേ ഒരൊറ്റ സിപ്പ് എടുത്തുള്ളൂ. ശരിക്കും അതെനിക്ക് അച്ഛനും കൊടുക്കണ്ട. ഞാൻ കൊടുത്തോളാം. കള്ളി പുട്ടും മുട്ടക്കറി എടുക്കാട്ടോ. അമ്മ അത്രയും കഴിക്കോ? അച്ഛനാടാ. അപ്പൊ രസം മുട്ട മാറി മുട്ട സാമ്പാർ സാമ്പാറായി. അതിന് അത്രയും മുട്ട എന്നാലും ഒരു വെറൈറ്റി ആണ് അല്ലേ? ദേ അമ്മ എനിക്കുള്ളതും കൂടി എടുത്തോണ്ട് പോണം അവള്.
അപ്പൊ രാത്രി നമ്മളുടെ മക്കളുടെ മുറിയിലെ വിശേഷം കേട്ടോ. അപ്പൊ താഴെ കിടക്കണ ആള് ഇപ്പൊ മോളിൽ കിടക്കണ ആള് ഇപ്പൊ താഴെ വന്ന് കിടക്കാണ്. രണ്ടുപേർക്കും വയറുകൊണ്ട് വേല. അതുകൊണ്ട് അതെന്ത് പറ്റിയതാ? രണ്ടുപേർക്കും മോളിൽ കയറാൻ പറ്റില്ല. തല്ലു പിടിച്ചിട്ട് പാവയുടെ കോല ഇങ്ങനെയാക്കിട്ടാ. പാവേനെ കൊണ്ടായിരുന്നു കീറ്. ഓ എന്റെ ദൈവമേ, എനിക്ക് വയ്യ. അപ്പൊ എന്താണ് ഇന്ന് മോളിൽ കയറി കിടക്കാത്ത കണ്ട പോലെ വയറുകൊണ്ട് മേലാഞ്ഞിട്ടാണ്. ഇന്ന് കുറച്ച് കുഴിമന്തി കിട്ടിട്ടോ. അത് ഹെവി ആയി പോയല്ലേ കുട്ടൻ പോലെ കുഞ്ഞപ്പ. കുഞ്ഞപ്പന് വേല ഒട്ടും തന്നെ വേല കയറാനായിട്ട്. പാവ ഇരിക്കണേ, ഇരിപ്പ് നോക്കിക്കണ്ടേ. കുഴിമന്തി ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അവനവന്റെ വയറാണെന്നുള്ള ഒരു വിചാരേ ഇല്ല. അപ്പോ ഇതാണ് രാത്രിയിലത്തെ വിശേഷം. അപ്പൊ രണ്ടുപേരും കൂടി ഇന്നിപ്പോ എന്താക്കുന്ന അറിയില്ല. ഇവിടെ ഞാൻ സെക്യൂരിറ്റി ഗാർഡായിട്ട് നിൽക്കണ്ട ഒരു, അല്ലെങ്കിൽ രണ്ടുപേരും സംഭവം വേറെന്നല്ല. ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ 3-4 സ്റ്റെപ്പ് ഉണ്ടല്ലോ. ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പിൽ വെക്കും, അത് കുഴപ്പമില്ല. സെക്കൻഡ് സ്റ്റെപ്പിൽ വെക്കുമ്പോൾ എന്താണെന്നറിയില്ല, സെക്കൻഡ് സ്റ്റെപ്പിൽ വെക്കുമ്പോ കാല് തെല്ലിപ്പോയി നേരെ തലയാടെ പോയി. അങ്ങനെ 3-4 പ്രാവശ്യം അടിച്ച്. ഞാൻ മൂത്രമൊഴിക്കാൻ പോകുമ്പോ എനിക്കറിയാം വെള്ളം കുടിക്കാൻ പോകുമ്പോ. പിന്നെ താഴ്ത്തി ഇവിടെ വീട്ടിൽ പങ്കെടുക്കാം. ഇവന്ന് ഇവിടെ വരെ കിടക്കട്ടെ. ഞാൻ ഇവിടെ കിടക്കണത് വലിയ പാടാണല്ലേ. ഇതിങ്ങനെ നടക്കണ്. ഈ പട്ടിയാണ് അതിനിടക്ക് കാല് വെച്ച് ചവിട്ടരുത്. അപ്പോ ഇന്നത്തെ രാത്രിയിലത്തെ വിശേഷങ്ങൾ വരെ ആക്കി. ഞാൻ ഒരു സ്റ്റെപ്പ് പോലും ചവിട്ടാൻ താഴത്തോട്ട് ഇറങ്ങിപ്പോയി. അതുകൊണ്ടാണ് ഇപ്പൊ മുകളിലോട്ട് ആരും കയറാത്തേട്ടാ. ഇതാണ് ഈ രണ്ട്. ഉറക്കത്തിലാവുമ്പോ വലിയ ബുദ്ധിമുട്ടാ. ഒന്നാമത്തെ ബാത്റൂമിലും പോണം. ചക്ക പോവാടാ. അപ്പൊ വൈൻഡപ്പ് ചെയ്യ്. ഓക്കെ, ഗുഡ് നൈറ്റ് പറയൂ. ടാറ്റ. എന്നാ ടാറ്റ പറയൂ, ടാറ്റ പറയൂ. വാവേ. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോസ് നാളെ കാണാം. ബൈ ബൈ.